നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് ലോങ് കണ്ടക്ടർ ആണ്. ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഗോസസ് തിയറം എന്താണെന്ന് പറഞ്ഞിരുന്നു. The total normal electric flux over a closed surface is equal to 1 by epsilon 0 times the charge enclosed by the surface. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ the relative number of electric field lines crossing a given area at different points is called the electric flux. ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരു പ്രത്യേക ഏരിയയിൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിന്റെ റിലേറ്റീവ് നമ്പർ പറയുന്നതിനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് എന്ന് പറഞ്ഞാൽ ഇ ഡി എസ് കോസ് തീറ്റ ഡോട്ട് പ്രോഡക്റ്റ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ ഡി എസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 1 by epsilon 0 into q. ഒരു ലൈൻ ചാർജ് ആണെങ്കിൽ സേ ദിസ് ഇസ് എ ലൈൻ ചാർജ്. The positive charge is uniformly distributed over this line charge. Look at the figure. Positive charge is uniformly distributed over the line. This conductor or line charge is infinitely long. Okay. In such a case, instead of the total charge Q, we say the linear charge density. Linear charge density we say for uniform charge distribution over a line. Okay. If Q charge is distributed over the length L, then charge density lambda. Charge density lambda is Q by L. Its unit is coulomb per meter. അപ്പോ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയുള്ള ഒരു കണ്ടക്ടറിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് പി യിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പോയിന്റ് പി ഉൾക്കൊള്ളുന്ന ഒരു ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്യണം. അങ്ങനെയാണ് ഗോസസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. ഗോഷ്യൻ സർഫസ് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ, ഗോഷ്യൻ സർഫസ് ക്ലോസ്ഡ് ആയിരിക്കണം. The Gaussian surface is closed. What is Gaussian surface? It's an imaginary surface enclosing the charge. Okay, the Gaussian surface must be closed. Second condition, the electric field at all points on the Gaussian surface must be symmetrical. Okay, then there is angle theta. What is angle theta? Theta is the angle between the electric field intensity and the area. Okay, and that theta must be symmetrical at all points. Then this Gaussian surface can be a combination of surfaces. It could be a single surface or more than one surfaces. Okay. ഈ ലൈൻ ചാർജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞ 4 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്തായിരിക്കും? ഇതാണ് ഡിസ്റ്റൻസ്, ഈ പെന്നിന്റെ നീളം, അത് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് r എന്ന് വിചാരിക്കുക. അപ്പോ r അകലത്തില് നമുക്ക് ചുറ്റും എടുക്കാൻ പറ്റും അല്ലെ? എല്ലാ പോയിന്റ്സിലേക്കുമുള്ള ഡിസ്റ്റൻസ് r ആണ്. അപ്പോ ഗോഷ്യൻ സർഫസ് നമുക്ക് ഈ എല്ലാ പോസിറ്റീവ് ചാർജിൽ നിന്നും r അകലത്തിൽ യൂണിഫോം ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പറ്റിയത് ഒരു സിലിണ്ടറിക്കൽ സർഫസ് ആയിരിക്കും. സേ ദിസ് ഈസ് അവർ സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ്. ദിസ് ഇസ് ദ ലൈൻ ചാർജ്. ഇങ്ങോട്ടും ഉണ്ട്, അതുപോലെ ഇവിടുന്ന് താഴത്തേക്കും ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് ഒരു സിലിണ്ടർ വരയ്ക്കാം. Here also the distance is r.
Okay, now the Gaussian surface is a cylinder. Only within this Gaussian surface we consider the charge. ഈ സർഫസ് ഗോഷ്യൻ സർഫസിന് പുറത്തുള്ള ചാർജ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. Let us imagine that the length of the cylinder is L and the charge Q. Let the charge Q is distributed over the length L. Then the linear charge density lambda is equal to Q by L. സ്മോൾ ക്യൂ ഉപയോഗിച്ചിട്ടോ ക്യാപിറ്റൽ ക്യൂ ഉപയോഗിച്ചിട്ടോ നമുക്ക് ചാർജിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ അവർ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ കൂളോം പെർ മീറ്റർ ഈസ് എക്സ്പ്ലെയിൻഡ്. നൗ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സർഫസുകളുടെ ഫ്ലക്സ് പ്രത്യേകമായിട്ട് കണ്ടുപിടിക്കണം. ഒരു സിലിണ്ടറിന് ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്. നോക്കൂ, ഇതാണ് കർവ്ഡ് സർഫസ് അല്ലെങ്കിൽ വക്രതലമുണ്ട്. അതുപോലെ മുകളിൽ ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ട്, താഴെയും ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ട്. ഈ മൂന്ന് സർഫസുകളിലും കൂടിയുള്ള ഫ്ലക്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സിമ്മട്രി ആണ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പോയിന്റ് ആർ അകലത്തിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം ഇലക്ട്രിക് ഫീൽഡ് സിമ്മട്രിക് ആണ്. ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇറ്റ് ഈസ് റേഡിയലി ഔട്ട്വേർഡ്സ്. എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും, റേഡിയലി ഔട്ട്വേർഡ്സ്. This is the direction of the electric field intensity. Then at this point P, let us consider a small vector area, so that the direction of this area vector ds is along the direction of the electric field. Okay, now so along the curved surface the electric field and the area vector are in the same direction, so that the angle between the electric field and the area vector is 0. Now what about the top flat surface? ഇവിടുത്തെ ടോപ്പ് ഫ്ലാറ്റ് സർഫസിലെയും അതുപോലെ ബോട്ടം ഫ്ലാറ്റ് സർഫസിലെയും ഫ്ലക്സ് എങ്ങനെയായിരിക്കും വരുന്നത്? ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്ടറിന്റെയും ഡിറക്ഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഈ പോയിന്റിലാണ് എടുക്കുന്നതെങ്കിൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എപ്പോഴും റേഡിയലി ഔട്ട്വേർഡ്സ് തന്നെയായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് ദിസ് ഡിറക്ഷൻ and this area vector at this point is upwards. So electric field vector and area vector are mutually perpendicular, so that the angle theta is 90 degree. Then cos 90 is equal to 0, or flux phi equal to E ds cos 90, that is equal to 0. അതായത് ടോപ്പ് സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? ഇലക്ട്രിക് ഇന്റൻസിറ്റി വെക്ടറും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ബോട്ടം സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിളും ഇവിടെ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും, ഏരിയ വെക്ടർ ഈ ഡയറക്ഷനിലായിരിക്കും. ഇപ്പൊ ഇവിടെയും ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ടോപ്പ് സർഫസിലെയും ബോട്ടം സർഫസിലെയും ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ പോസിറ്റീവ് ചാർജ് കാരണം യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, പോസിറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുമ്പോ കർവ്ഡ് സർഫസിലെ ഫ്ലക്സ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോ നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ടോട്ടൽ ഫ്ലക്സ് phi is equal to integral over the curved surface vector E dot vector ds plus integral over the top surface vector E dot vector ds plus integral over the bottom surface
vector E dot vector ds. Dot product ടോപ്പ് സർഫസിലെയും ബോട്ടം സർഫസിലെയും ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇതും 0 ആണ്, ഇതും 0 ആണ്. ആകെ വരുന്നത് എന്ത് മാത്രമായിരിക്കും? വക്രതലത്തിലുള്ള ഫ്ലക്സ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. വക്രതലത്തിലുള്ള ഫ്ലക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു അതായത് ഫ്ലക്സ് ടോപ്പ് സർഫസിലെയും ബോട്ടം സർഫസിലെയും വാല്യൂസ് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡിറക്ഷനിലും ഏരിയ വെക്ടർ പെർപെൻഡിക്കുലർ ഡിറക്ഷനിലും ആകുമ്പോൾ ആംഗിൾ 90 ഡിഗ്രി വരും. ഇവിടെയും ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ്സ്, ഏരിയ വെക്ടർ downwards, so that the angle is 90 degree. So flux on the top and bottom surfaces of this Gaussian cylinder is equal to 0. Only we have to take the curved surface area. Okay, so flux phi is equal to integral over the curved surface vector E dot vector ds is equal to EDS cos 0. EDS cos 0 is EDS itself. Then electric field in the value വ്യത്യാസമില്ല. It is uniform everywhere. Area vector മാത്രം integral symbol അകത്തേക്ക് കൊടുത്താൽ മതി. Then we have E into integral over the curved surface ds. Okay, integral over the curved surface ds, and that is equal to സിലിണ്ടറിന്റെ വക്രതല വിസ്തീർണം എത്രയാണ്? ലെങ്ത് L ആണ്, റേഡിയസ് R ആണ്. അങ്ങനെയാണെങ്കിൽ വക്രതല വിസ്തീർണം 2πr ആണ്, നമുക്കറിയാം. സോ E into 2πrl, E into 2πr. ഒരു ഭാഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. Flux phi is equal to E into 2πrl. Mark it as equation number 1. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് flux phi is equal to 1 by epsilon 0 times the total charge enclosed by the closed surface. നമ്മുടെ ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് Q എത്രയാണ്? ചാർജ് Q equal to lambda into L. എന്തുകൊണ്ട്? Linear charge density lambda is Q by L. Q charge, total charge Q is distributed over the length L. Then lambda, linear charge density lambda is Q by L, or charge Q equal to lambda into L. Then we can have flux phi equal to 1 by epsilon 0 into, instead of Q, we have lambda into L. Mark it as equation number 2. Equations 1 and 2 represent the same flux. Then we can equate both so that vector E into 2πrl is equal to 1 by epsilon 0 into lambda L. 1 by epsilon 0 into lambda L. L gets cancelled. Then what is electric field E? E is equal to 1 by 2 pi epsilon 0. L gets cancelled. Lambda divided by R. Lambda divided by R. This is the expression for the electric field intensity at a perpendicular distance R from the line charge. Electric field is a vector. So what is this direction of this electric field? The electric field vector is normal to the curved surface. So we can have vector E is equal to 1 by 2 pi epsilon 0 lambda by R into R cap. This is the expression for the electric field intensity due to a charged long conductor. There is no L in this expression. So
the electric field intensity is inversely proportional to the distance r, where the electric field is considered. Okay. So one application of Gauss's theorem is discussed. Let us see other applications in the exercise.